വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു അബ്സല്യൂട്ട് ബിഗിനറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ്. നമ്മുടെ ചെയിൻ സ്റ്റിച്ച്, സ്ലിപ്പ് നോട്ട്, പിന്നെ അതേപോലെ യാൺ ഹോൾഡ് ചെയ്യുന്നത് ഒക്കെയാണ്. ഇത്രയും സാധനങ്ങൾ എനിക്ക് 182 റുപ്പീസിന് മീഷോന്ന് കിട്ടിയിട്ടുള്ളതാണ്. 2mm തൊട്ടിട്ട് 6mm വരെ ഹുക്കുണ്ട്. അതിൽ ഒരു ഹുക്കും ഒരു യാണും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. എങ്ങനെയാണ് നമ്മുടെ യാൺ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. യാണിൻ്റെ അറ്റം എടുത്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ യാണ് ഇവിടെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെയാണ് നമ്മൾ യാണ് പിടിക്കേണ്ടത്. ഇവിടെ ഒരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പിടിക്കേണ്ടത്. ഹുക്കും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇങ്ങനെ എടുത്ത് ഇതിലേ കൂടി ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഇങ്ങനെയാണ് ഞാൻ യാണ് പിടിക്കാറുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ യാണ് പിടിക്കുന്നത് കാണാം. ചില ആൾക്കാർ ഇതിൻ്റേതായ റിങ് യൂസ് ചെയ്തിട്ടും യാണ് പിടിക്കും. ഇനി നമ്മൾ ക്രോഷേ ഹുക്ക് എങ്ങനെയാണ് പിടിക്കേണ്ടത്? അത് സാധാരണ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് പിടിക്കാറ്. അത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം യാണ് നമ്മുടെ ലേഡീസ് ഫിംഗറിൻ്റെ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടി കാണിക്കാം. ഒരു യാണിങ്ങനെ ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടി അടുത്തയാണ്. ഓക്കെ, ഇനി നമ്മുടെ ക്രോഷേ ഹുക്ക് ഇതിൻ്റെ അടിയിലേക്ക് കൂടി, അതായത് ആദ്യത്തെ റൈറ്റിൽ നിന്ന് ആദ്യത്തെ ഇതിൻ്റെ അടിയിലേക്ക് കൂടി പോയി അടുത്തത് ഇങ്ങനെ വലിക്കുകയാണ് വേണ്ടത്. ഓക്കെ, സോ സ്ലിപ്പ് സ്റ്റിച്ച് റെഡിയായി. മനസ്സിലായില്ലേ? ഇതിങ്ങനെ ലൂസായിട്ട് നമ്മുടെ യാണിന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ടത്. ഇനി നമുക്ക് ഇത് അഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് നോർമൽ യാണ് തന്നെ കിട്ടും. ഓക്കെ, ഇനി അടുത്തതാണ് ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ യാണ് കറക്റ്റായിട്ട് പിടിക്കുക. നമ്മുടെ തമ്പും മിഡിൽ ഫിംഗറും ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ് പിടിക്കേണ്ടത്. ഇനി ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ഇടേണ്ടത് എന്ന് വെച്ചാൽ നമ്മളുടെ യാണ് ഇങ്ങനെയൊന്ന് ക്രോസ് ചെയ്യുക. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ, എന്നിട്ട് ഈ ഹുക്ക് ഇങ്ങനെ ഇതാക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി എടുക്കുക. സോ ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, ഇതിവിടെ പിടിക്കണം. ഇനി ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി, ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ചെയിൻ സ്റ്റിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് എത്ര ചെയിൻ സ്റ്റിച്ച് വേണമെങ്കിലും, അതായത് 50, 60, 70 എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവസാനിപ്പിക്കണം. കെട്ടിടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് വലിച്ചിട്ട് അറ്റം കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കെട്ടാകും. ഓക്കെ, ഇതിങ്ങനെ വലിച്ചാൽ നമ്മളുടെ ചെയിൻ സ്റ്റിച്ച് ഓക്കെ. അല്ലെങ്കിൽ നമ്മളിത് വലിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും പോകും. ക്ഷമിക്കണം, അവസാന ഭാഗത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷനിൽ കൂടെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയായിരിക്കും ഉണ്ടാകുക. സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും. ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.